കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മലയാളി പ്രേക്ഷകർക്ക് ഇന്നും പ്രിയപ്പെട്ട, ഒരിക്കലും മറക്കാത്ത ഒരു മുഖം തന്നെയാണ് നടി മാധവിയുടേത്. ആകാശദൂത് എന്ന ചിത്രത്തിൽ ആനി എന്ന അമ്മയായി എത്തി നമ്മളെ എല്ലാ പേരെയും ചിന്തിപ്പിക്കുകയും അതുപോലെ കരയിപ്പിക്കുകയും ചെയ്ത ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തിന് ഇത്രയധികം അംഗീകാരം ലഭിച്ചതും നമ്മളെ ആ കഥാപാത്രം കരയിപ്പിച്ചതുമെല്ലാം തന്നെ ആ കഥാപാത്രമായി അവതരിച്ച മാധവിയുടെ കഴിവൊന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ വടക്കൻ വീരഗാഥയിലെ ധീരയായ ഉണ്ണിയാർച്ചയുടെ വേഷവും മാധവിയുടേതായി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 1976 പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് ചിത്രത്തിലൂടെയാണ് നടി സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീടാണ് താരം തെലുങ്കിൽ നിന്നും മലയാളത്തിലേക്ക് എത്തുന്നത്. മലയാളത്തെ കൂടാതെ തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി, ബംഗാളി, ഒറിയ എന്നീ ഭാഷകളിലെ ചിത്രങ്ങളും താരം അഭിനയിച്ചിട്ടുണ്ട്. ഈ എല്ലാ ഭാഷകളിലും മാധവി എന്ന നടിക്ക് വലിയ സ്വീകാര്യത തന്നെയായിരുന്നു ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും താരത്തിന് ആരാധകർ ഇന്നുമുണ്ട്. 1980 മാധവി മലയാളത്തിലേക്ക് എത്തുന്നത്. പ്രേം നസീർ, KP ഉമ്മർ പ്രധാന വേഷത്തിലെത്തിയ ലാവ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മോളിവുഡിലേക്ക് താരത്തിൻ്റെ അരങ്ങേറ്റം. ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ നടിക്ക് കഴിഞ്ഞിരുന്നു. പിന്നീടാണ് മലയാളത്തിലെ മികച്ച വേഷങ്ങൾ താരത്തെ തേടി എത്തിയതും. ഹരിഹരൻ ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു മാധവി എന്ന നായിക. പിന്നീട് വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ താരത്തിന് വലിയ ശ്രദ്ധ നേടിക്കൊടുത്തു. ഉണ്ണിയാർച്ച എന്ന കഥാപാത്രത്തെ വളരെ നല്ല രീതിയിൽ സ്വന്തം അഭിനയ ശൈലിയിലൂടെ പക്വതയാർന്ന രീതിയിൽ അഭിനയിക്കാൻ മാധവിക്ക് കഴിഞ്ഞു. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത് നിർമ്മാതാവ് PV ഗംഗാധരൻ്റെ വാക്കുകളാണ്. വടക്കൻ വീരഗാഥ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്തെ ഓർമ്മകളാണ് താരം പങ്കുവയ്ക്കുന്നത്. മാധവി ഗുരുവായൂരിൽ ശയനപ്രദക്ഷിണം നടത്തിയതും തുടർന്ന് സ്ത്രീകൾക്ക് അമ്പലത്തിൽ ശയനപ്രദക്ഷിണം നിർത്തലാക്കിയതിനെക്കുറിച്ചുമാണ് നിർമ്മാതാവ് പറയുന്നത്. വടക്കൻ വീരഗാഥയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വച്ചായിരുന്നു ഈ സംഭവം നടക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൻ്റെ ഷൂട്ടിംഗൊക്കെ ഗുരുവായൂരിൽ വച്ചായിരുന്നു നടന്നത്. ഒരു ദിവസം പുലർച്ചെയാണ് ശയനപ്രദക്ഷിണം നടത്തണമെന്ന ആഗ്രഹം മാധവി തുറന്നു പറയുന്നത്. അവിടെയുള്ള കുളത്തിൽ തന്നെ കുളിച്ച് ഈറനോടെ വന്നാണ് മാധവി ശയനപ്രദക്ഷിണം നടത്തിയതും. അത് കഴിഞ്ഞ് കുറച്ച് ഈറനായി തന്നെ തൊഴുതു. അപ്പോഴേക്കും ചുറ്റിലും ആളുകൾ കൂടിയിരുന്നു. അതിൻ്റെ പിറ്റേന്ന് തന്നെ ദേവസ്വം ബോർഡ് യോഗം ചേർന്നു. ഇനി മുതൽ സ്ത്രീകൾക്ക് ശയനപ്രദക്ഷിണം അനുവദിക്കേണ്ടെന്ന് അവിടെ തീരുമാനിക്കുകയായിരുന്നു. അന്നു മുതൽ ഗുരുവായൂരിൽ സ്ത്രീകൾക്ക് ശയനപ്രദക്ഷിണമില്ല എന്നാണ് നിർമ്മാതാവ് പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമയുടെയും അതുപോലെ തന്നെ മാധവിയുടെയും ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ ഈ ഒരു കുറിപ്പ് വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ്.